കോട്ടയം സ്വദേശികളായ ദമ്പതികൾ നവീൻ, ദേവി, ഇവരുടെ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരെയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ദേവിയും ആര്യയും നേരത്തെ തന്നെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നു. ദേവി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ആര്യ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. വലിയ സൗഹൃദത്തിലായിരുന്നു ഈ മൂവരുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർ വിശ്വസിച്ചിരുന്നുവെന്നും ഇതിൻ്റെ തുടർച്ചയായാണ് ഈ ആത്മഹത്യ എന്നുമാണ് കരുതുന്നത്. ജീവിതം സന്തോഷിച്ച് ജീവിച്ചു, ഇത് അവസാനിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് അവരുടെ ഒരു ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 26-നാണ് ആര്യയെ കാണാതാവുന്നത് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന്. തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. വട്ടിയൂർക്കാവ് പോലീസിലാണ് ആര്യയുടെ പിതാവ് പരാതി നൽകിയത്. ഈ ആളെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം തുടരുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് കോട്ടയം സ്വദേശികളായ ദമ്പതികളും വീട്ടിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്ക് എന്ന നിലയ്ക്ക് പോയത്. പക്ഷേ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോയത് കൊണ്ട് തന്നെ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള സാധ്യതയില്ലായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഇവർ കേരളത്തിൽ നിന്ന് അസമിലേക്ക് പോയെന്നും അവിടെ നിന്ന് ഇറ്റാനഗറിലേക്ക് പോയതായുമുള്ള വിവരം ലഭിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ ശരീരത്തിൽ പ്രത്യേക രീതിയിൽ മുറിവ് ഉണ്ടാക്കിയ തരത്തിലായിരുന്നു. രക്തം മാർന്നാണ് 3 പേരും മരിച്ചിട്ടുള്ളത്. ഇവരുടെ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെയും പരിശോധിച്ചു. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ഇതിൽ തിരഞ്ഞിരുന്നതായാണ് മനസ്സിലാക്കുന്നത്. ആര്യയുടെ വിവാഹം ഉറപ്പിച്ച ശേഷമാണ് പെൺകുട്ടിയെ കാണാതാകുന്നത്. ഇവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം കോട്ടയം സ്വദേശിനി തിരുവനന്തപുരത്തേക്ക് സ്കൂളിൽ പഠിപ്പിക്കാനായി എത്തിയിരുന്നില്ല. പക്ഷേ ഇവർ സൗഹൃദം തുടരുകയായിരുന്നു. ഫോണിൽ ഈ മൂവരും നിരന്തരമായി സംസാരിച്ചിരുന്നു. ഇവർ യാത്ര വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ നടത്തിയത് എന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഇത്തരത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന നിലയ്ക്ക് മാതാപിതാക്കളെയും സഹോദരിയെയും ഒക്കെയും കൊലപ്പെടുത്തിയ ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോഴും ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ജെൻസൺ കെഡൽ രാജ എന്ന യുവാവാണ് വിദേശത്ത് പഠനം പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയ ശേഷം ഈ സാത്താൻ സേവ എന്ന നിലയ്ക്ക് തനിക്ക് വലിയ ശക്തികൾ ലഭിക്കും എന്ന നിലയ്ക്ക് മാതാപിതാക്കളെയും സഹോദരിയെയും വീട്ടിലുണ്ടായിരുന്ന ബന്ധുവായ സ്ത്രീയെയും ഒക്കെയും കൊലപ്പെടുത്തി വീട്ടിനുള്ളിൽ ഇട്ട് കത്തിച്ചത്. അത് പിന്നീട് പുറം ലോകം അറിയുകയും ഇപ്പോൾ ആ പ്രതി ജയിലിൽ കഴിയുകയുമാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം. ഇവിടെ കൊലപാതകം എന്നത് അപ്പുറം ഇവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ്. മരണാനന്തര ജീവിതത്തിൽ മറ്റ് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ ഇവരെ ഇത്തരം ഒരു കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇവർ വിമാനമാർഗമാണ് ഇവിടെ നിന്ന് പോകുന്നത്. ആര്യയുടെ വീട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളെ കാണാതായി മാൻ മിസ്സിങ്ങിനുള്ള പരാതിയാണ് വട്ടിയൂർക്കാവ് പോലീസിന് നൽകുന്നത്. തുടർന്ന് പോലീസ് അന്വേഷിക്കുകയായിരുന്നു. മറ്റ് 2 പേരും വീട്ടിൽ നിന്ന് വീട്ടുകാരെ അറിയിച്ച ശേഷമാണ് യാത്ര പോയത്. ഏതായിരുന്നാലും ഇതിൽ തുടർ അന്വേഷണങ്ങൾ വേണം. ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇവർ കണ്ട സൈറ്റുകൾ അത് ഏതൊക്കെയാണെന്ന് പോലീസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ എത്ര നാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിസ്റ്റത്തിൽ പരിശോധിച്ചു, അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റു സംവിധാനങ്ങളിലോ തിരഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.